പ്രധാനപ്പെട്ട കാര്യമാണ് പാറ്റേൺ പൂർത്തീകരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ചിത്ര പാറ്റേൺ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ സംഖ്യാ പാറ്റേണുകളും ഉണ്ടാവാറുണ്ട്. മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിത്ര പാറ്റേൺ അല്ലെ. അപ്പൊ അതനുസരിച്ച് മക്കൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചിത്ര പാറ്റേൺ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വരാം, പാറ്റേൺസ് വരാം കേട്ടോ. നമ്പേഴ്സ് വെച്ചിട്ട് വരികയാണെങ്കിൽ അധികം നിങ്ങൾക്ക് 3 അക്ക സംഖ്യ വരാനാണ് സാധ്യതയുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഒരു പാറ്റേൺ ഇവിടെ പറയട്ടെ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിചയപ്പെട്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. നോക്കിക്കേ, 111, 222, 333 അല്ലെ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് പറഞ്ഞ ഏതൊക്കെയാണ്? 444 എന്ന് വരും. അത് കഴിഞ്ഞിട്ടോ 555 അല്ലെ, 555 എന്ന് വരും കേട്ടോ. അപ്പൊ അത്തരത്തിൽ ചിലപ്പോൾ 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുത്തിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേൺ വരാം കേട്ടോ. ചിലപ്പോൾ 50 ഡിഫറൻസിൽ, അതായത് നോക്കിക്കാൻ മക്കളെ 150, പിന്നെ 200, അത് കഴിഞ്ഞിട്ട് 250, അങ്ങനെയാണ്. അടുത്തത് ഏത് വരും? 300 വരും. പിന്നെയോ 350 വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പാറ്റേൺസ് നമുക്ക് 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ് ലിസ്റ്റ് അഥവാ വില വിവര പട്ടിക തന്നുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് മക്കൾക്ക് വരാം. അതൊക്കെ നമ്മുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ മിസ് ഇതാ ഇവിടെ ഒരു ഷോപ്പിലുള്ള പ്രൈസ് ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുന്ന കടയിലുള്ള പ്രൈസ് ലിസ്റ്റ് ആണ് മിസ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഒരു കോളത്തിൽ ഐറ്റം അല്ലെ, ഇനം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മറ്റൊരു കോളത്തിൽ വില എന്ന് പറഞ്ഞിട്ടും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നോക്കിക്കാൻ മക്കളെ, ആദ്യം ഐറ്റം എന്നുള്ളതിന് നമ്മള് സാരി, അതിന് എത്ര രൂപയാണ് കൊടുത്തിട്ടുണ്ട്? 500. ദെൻ ഷർട്ട് 350, മുണ്ട് 300, ചുരിദാർ 600, ബനിയൻ 200, ഉടുപ്പ് 150 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മക്കൾക്ക് ഒരു പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ മക്കൾക്ക് ചോദിക്കുകയാണ്, ഇപ്പം ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യാണ്, കടയിൽ പോവാ. അപ്പൊ നമ്മളോട് പറയാണ്, ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്യാണ്, കടയിൽ പോവാണ്. ഡ്രസ്സ് എടുക്കാനായിട്ട് എന്ത് ചെയ്യാണ്, കടയിൽ പോകുന്ന സമയത്ത് അവിടെ തൂക്കിയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് അഥവാ വില വിവര പട്ടികയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തു? ഉണ്ണിക്കുട്ടൻ അമ്മയ്ക്ക് ഒരു സാരിയും, അതുപോലെ തന്നെ അച്ഛനൊരു ഷർട്ടും, അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു ചുരിദാറുമായിട്ട് മേടിക്കാണ്. എന്തൊക്കെയാണ്? അമ്മയ്ക്ക് ഒരു സാരി അല്ലെ, അമ്മയ്ക്ക് ഒരു സാരി മേടിക്കുന്നുണ്ട്, അച്ഛനൊരു ഷർട്ടും, അതുപോലെ തന്നെ ചേച്ചിക്ക് ഒരു ചുരിദാറും മേടിക്കാണ്. അങ്ങനെയാണെങ്കിൽ അവനാകെ എത്ര രൂപയ്ക്ക് സാധനം മേടിക്കും എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം വരാം. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് ചെയ്യാട്ടെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇപ്പൊ ഉണ്ണിക്കുട്ടന് 500 രൂപയ്ക്ക് ഏതൊക്കെ 2 സാധനങ്ങൾ മേടിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിലോട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് പറഞ്ഞത്? ഉണ്ണിക്കുട്ടൻ സാരിയും ഷർട്ടും ചുരിദാറും ആണ് മേടിച്ചിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്ക് അവൻ സാധനം മേടിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ മക്കളെ, കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം സാരിക്ക് 500 രൂപയാണ്, ഷർട്ടിന് 350 രൂപയാണ്, ചുരിദാറിന് 600 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? ടോട്ടൽ കാണുന്നത് എല്ലാം കൂടി നമ്മൾ എന്തിനെ കൂട്ടണം? നോക്കിക്കേ മക്കളെ, 0 + 0 + 0 എത്രയാണ്? 0 ആണ്. 0 + 5 + 0 എന്ന് പറയുന്നത് 5 ആണ്. ദെൻ 5 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 കൂട്ടണം. 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8ലേക്ക് 6 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 14 ആണല്ലേ. അപ്പൊ ടോട്ടൽ എത്ര രൂപയ്ക്ക് അവൻ വാങ്ങിയ മക്കളെ? 1450 രൂപയ്ക്ക് നമ്മൾ ഉണ്ണിക്കുട്ടൻ എന്ത് ചെയ്തിട്ടുണ്ട്? സാധനം മേടിച്ചിട്ടുണ്ട്. മനസ്സിലായോ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ അത്തരത്തിൽ മക്കളടുത്ത് വില വിവര പട്ടിക തന്നിട്ട് അവന് മേടിച്ചിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റും തന്നിട്ട് ആകെ എത്ര രൂപയാവും എന്നുള്ള രീതിയിൽ ചോദിക്കും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? 1450 രൂപയ്ക്കാണ് ഉണ്ണിക്കുട്ടൻ സാധനം മേടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? കടക്കാരന് 1500 രൂപ കൊടുത്തു. എത്ര കൊടുത്തു മക്കളെ? കടക്കാരന് 1500 രൂപ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കടക്കാരൻ അവർക്ക് ബാക്കി റിട്ടേൺ എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലും അവിടെ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും മക്കളെ? 1450 ആണ് ആയിട്ടുള്ളത് അല്ലെ. 1500 ആണ് അവൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും? യെസ്, വെറും 50 രൂപയാണ് ബാലൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് കണ്ടെത്താനായിട്ട് 1500 നിന്ന് മക്കള് 1450 മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 1450ലേക്ക് എത്ര കൂടി ആഡ് ചെയ്താൽ 1500 ആവും എന്നുള്ളത് മക്കൾ നോക്കുക കേട്ടോ. എത്രയാണ്? 50 കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പം അത്തരത്തിലൊരു ചോദ്യം വരാം. പിന്നെ മിസ് പറഞ്ഞു
ഏതെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ട് ആ എമൗണ്ടിന് അവന് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങാനായിട്ട് കഴിയും എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഇപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കാണ്, ഉണ്ണിക്കുട്ടിന്റെ കൈവശം ആകെ 500 രൂപയുള്ളൂ, അവന് മേടിക്കാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ചോദിക്കാം. അപ്പൊ നമ്മുടെ പ്രൈസ് ലിസ്റ്റിലോട്ട് വന്നേ മക്കളെ, 500 രൂപയല്ലേ ഉള്ളത്. അപ്പൊ നോക്കിക്കേ, മുണ്ടിന് എത്ര രൂപയാണ്? മുണ്ടിന് 300 രൂപയാണെന്ന് പറഞ്ഞു. ഇനി ബനിയൻ നോക്കിക്കേ മക്കളെ, ബനിയൻ എത്രയാണ്? 200 ആണ്. അപ്പൊ 300 + 200 എത്രയാണ്? 500 ആണ് അല്ലേ. അപ്പൊ 500 രൂപയ്ക്ക് നമ്മുടെ ഉണ്ണിക്കുട്ടിന് മേടിക്കാൻ പറ്റിയ സാധനങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? മുണ്ടും മേടിക്കാം, അതുപോലെ തന്നെ ബനിയനും മേടിക്കാം. ഇനിയും ചിലപ്പോൾ വേറെയും കൂട്ടങ്ങൾ ഉണ്ടായിരിക്കാം കേട്ടോ. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഉടുപ്പ് അല്ലെ, ഉടുപ്പിന് എത്രയാണ്? 150 രൂപയാണെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷർട്ടിന് എത്രയാണ്? 350 രൂപയാണ് അല്ലേ. 150 350 കൂടി ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? 500. വേണമെങ്കിൽ ആ ഒരു സെറ്റും അവന് മേടിക്കാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് ചോദിക്കാം, ഏതെങ്കിലും ഒരു എമൗണ്ട് പറഞ്ഞിട്ട് ആ എമൗണ്ടിന് മേടിക്കാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ ഏതിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ പ്രൈസ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ കാര്യം കൂടി മക്കൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് വരാവുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അബാക്കസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വളരെ സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഇവിടെ ഒരു അബാക്കസ് കൊടുത്തിട്ടുണ്ട്. 3 സംഖ്യ 3 സ്ഥാനങ്ങൾ ഉള്ളതാണ് അല്ലെ. ഏതൊക്കെയാണ് ഇത്? വൺസിന്റെ പ്ലേസ്, ടെൻസിന്റെ പ്ലേസ്, ഹൺഡ്രഡ്സിന്റെ പ്ലേസ് അല്ലെ. അതായത് 1കള് 10കള് 100കള്. അപ്പം ഈ അബാക്കസിൽ തന്നിട്ടുള്ള നമ്പർ ഏതാ മക്കളെ? വേഗം നമ്മുടെ കമന്റ് ബോക്സ് കമന്റ് ചെയ്തേ. ഈ അബാക്കസിൽ തന്നിട്ടുള്ള നമ്പർ എത്രയാണ് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സ് കമന്റ് ചെയ്തേ മക്കളെ. വേഗം കമന്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് കമന്റ് ചെയ്യാം കേട്ടോ. മിസ് ഇവിടെ എഴുതാം, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 3 ആണ്, 3 മുത്തുകളാണുള്ളത്. 10ന്റെ പ്ലേസിൽ 1 2 3 4 5 അല്ലെ, 5 മുത്തുകളാണുള്ളത്. 1ന്റെ സ്ഥാനത്ത് 1 2 3 4 4 മുത്തുകളാണുള്ളത്. അപ്പൊ മിസ്സിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ 354, 354 എന്നാണ് മിസ്സിന് കിട്ടിയിട്ടുള്ളത്. മക്കൾക്ക് കിട്ടിയിട്ടുള്ളത് സെയിം ആണോ? ആണോ മക്കളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ആൻസർ കറക്റ്റ് ആയിട്ടുള്ള മക്കളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തോ കേട്ടോ. ആൻസർ കറക്റ്റ് കിട്ടിയ കൂട്ടുകാർ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ 354 ആണ്. അപ്പൊ ഒരു അബാക്കസ് തന്നിട്ട് അതിലെ നമ്പർ ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കൾ ഈസി ആയിട്ട് ചെയ്യല്ലോ. ഓക്കെ, അപ്പൊ അബാക്കസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചോദ്യം മക്കൾക്ക് വരാം. ഇവിടെ നോക്കിക്കേ മക്കളെ, ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്തുള്ള ഒരു മുത്ത് എന്ത് ചെയ്യാണ്? 10ന്റെ സ്ഥാനത്തോട്ട് ഇട്ടാല് ഇപ്പോൾ അബാക്കസിലെ സംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്രയാണ് മക്കളെ? എന്താണ് പറഞ്ഞത്? 100ന്റെ സ്ഥാനത്ത് ഒരു മുത്തെടുത്തു അല്ലെ. 100ന്റെ സ്ഥാനത്ത് ഒരു മുത്തെടുത്തു. അത് എവിടെ ഇട്ടു? 10ന്റെ സ്ഥാനത്ത് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്രയായിട്ട് മാറി? ഇപ്പൊ 100ന്റെ സ്ഥാനത്തെ മുത്ത് എത്രയാണ്? 2 ആണ്. 10ന്റെ സ്ഥാനത്ത് നേരത്തെ 5 ആയിരുന്നു, ഇപ്പൊ 6 ആയി. 1ന്റെ സ്ഥാനത്ത് എത്രയാണ്? 4. അപ്പൊ എത്രയാണ് മക്കളെ നമ്പർ? 264 എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? അപ്പം ഇത്തരത്തിൽ മകൾക്ക് ഒരു ചോദ്യം വരാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് ഏതെങ്കിലും ഒരു സ്ഥാനത്തെ മുത്തെടുത്തിട്ട് എന്ത് ചെയ്യുക? ആ ഒരു പ്ലേസ് മാറ്റിയിട്ട് ഇടാനായിട്ട് പറയും. അപ്പൊ അങ്ങനെ മാറ്റുന്ന സമയത്ത് അബാക്കസിൽ വരുന്ന ചികിത്സ എത്രയാണ്? ആ നമ്പർ എത്രയാ എന്നുള്ളത് കണ്ടെത്താം. ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാം, ആ ആദ്യത്തെ നമ്പറും ആദ്യത്തെ അബാക്കസിലെ നമ്പറും അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടെത്തിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ എന്നുള്ള രീതിയിലും ചോദിക്കാം കേട്ടോ. ഡിഫറൻസ് കാണാൻ, വ്യത്യാസം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി മക്കളെ? രണ്ടും തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അപ്പൊ അബാക്കസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്തരം ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമുക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദൂരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തി ദൂരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പട്ടികയായിട്ട് എന്ത് ചെയ്യണം? കുറച്ച് കൂട്ടുകാരൊക്കെ എന്താണ് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ ഓട്ട മത്സരം വെക്കുക, നടക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്. എന്നിട്ട് അതിൽ ഓരോരുത്തരും സഞ്ചരിച്ചിട്ടുള്ള ദൂരം നമുക്ക് തരികയാണ്. അപ്പൊ നോക്കിക്കാൻ മക്കളെ, മിസ് എന്തോ കുറച്ച് ദൂരങ്ങൾ തരാം കേട്ടോ. അപ്പം ഈ നമ്മുടെ ആൾക്കാർക്ക് പേര് കൊടുക്കുന്നില്ല. എ, ബി, അതുപോലെ തന്നെ സി കേട്ടോ. ഇത് 3 ആളുകളാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? 200 സെന്റിമീറ്റർ ദൂരം നടന്നിട്ടുണ്ട്. ബി 1 മീറ്ററും 45 സെന്റിമീറ്റർ ദൂരവും നടത്തിയിട്ടുണ്ട്. ദെൻ സി 2 മീറ്ററും 10 സെന്റിമീറ്ററും ദൂരവും സഞ്ചരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എ എന്ന ആള് 200 സെന്റിമീറ്റർ ദൂരം സഞ്ചരിച്ചു. ബി എന്ന ആള് 1 മീറ്ററും 45 സെന്റിമീറ്റർ ദൂരവും സഞ്ചരിച്ചു. സി എന്ന ആള് 2 മീറ്ററും 10 സെന്റിമീറ്റർ ദൂരവും സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ആരാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ചോദ്യം വരാം. അപ്പൊ ഇവിടെ മക്കള് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെന്റിമീറ്റർ, അതുപോലെ തന്നെ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം എത്ര സെന്റിമീറ്റർ ചേർന്നാലാണ് മക്കളെ 1 മീറ്റർ എന്ന് പറയുന്നത്? എത്ര സെന്റിമീറ്റർ ചേർന്നാലാണ്? 100 സെന്റിമീറ്റർ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്?
100 സെന്റിമീറ്റർ ചേർന്നതാണ് 1 മീറ്റർ. ഈ ഒരു കൺസെപ്റ്റ് മക്കൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ എന്ന ആള് 200 സെന്റിമീറ്റർ ആണ് സഞ്ചരിച്ചത്, ബി എന്ന ആള് 1 മീറ്റർ 45 സെന്റിമീറ്ററുമാണ് സഞ്ചരിച്ചത്, സി എന്ന ആള് 2 മീറ്ററും 10 സെന്റിമീറ്ററുമാണ് സഞ്ചരിച്ചത്. അപ്പൊ ആരാണ് കൂടുതൽ സഞ്ചരിച്ചതെന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള എല്ലാ ദൂരത്തിനെയും ഒന്നെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് എ എന്ന ആള് നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 200 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ അത് സെന്റിമീറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എത്രയാണ്? 2 മീറ്റർ എന്ന് പറയാം അല്ലെ. 2 മീറ്റർ ആണ്. കാരണം നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇയാൾ 200 സെന്റിമീറ്റർ ആണ്, അത് അവിടെ നിൽക്കട്ടെ. ഇനി നോക്കിക്കുക മക്കളെ, ബി എന്ന ആള് 1 മീറ്ററും 45 സെന്റിമീറ്റർ ആണ്. അതിനെ നമുക്ക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സമയത്ത് എത്രയാവും മക്കളെ? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്റർ പ്ലസ് 45 സെന്റിമീറ്റർ എത്രയായിരിക്കും? 145 സെന്റിമീറ്റർ ആണ് ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളത്. അടുത്ത ആളോ 2 മീറ്ററും 10 സെന്റിമീറ്ററും ആണ് അല്ലെ. അപ്പൊ 2 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 200 ആണ്. 200 പ്ലസ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 210 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 200 സെന്റിമീറ്റർ, ഇവിടെ 145, ഇവിടെ 210 സെന്റിമീറ്റർ. എല്ലാം സെന്റിമീറ്ററിന്റെ അണ്ടറിൽ വന്നു അല്ലേ. അപ്പൊ അതിൽ ഏതാണ് മക്കൾ ഏറ്റവും കൂടുതൽ ദൂരം എന്ന് പറയുന്നത്? 200 സെന്റിമീറ്റർ ആണോ? 145 സെന്റിമീറ്റർ ആണോ? 210 സെന്റിമീറ്റർ ആണോ മകളെ? യെസ്, ഏതാണ്? 210 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പം ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ആളാരാണ്? സി എന്ന ആളാണ് അല്ലെ, മൂന്നാമത്തെ ആളാണ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പം ഈ ഒരു 100 സെന്റിമീറ്റർ പറഞ്ഞാൽ 1 മീറ്റർ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മക്കൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മക്കൾക്ക് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നോട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യം കേട്ടോ. അത് നമ്മൾ ഒരുപാടൊക്കെ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നമ്മളൊരു ടേബിളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾക്ക് ചോദിക്കാണ് 3 100 രൂപ നോട്ടുകളും, അതുപോലെ തന്നെ 3 50 രൂപ നോട്ടുകളും, അതുപോലെ തന്നെ 4 10 രൂപ നോട്ടുകളും ഒക്കെ ചേർന്നാൽ എത്ര രൂപയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പൊ അങ്ങനെ വരുന്ന മക്കള് അങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യണം മക്കളെ? ആദ്യം നിങ്ങൾ നോക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് 100 രൂപയുടെ നോട്ടിന്റെ കാര്യം പറയുന്നുണ്ട്, 50 രൂപയുടേതും പറയുന്നുണ്ട്, 10 രൂപയുടേതും പറയുന്നുണ്ട്. അപ്പൊ മക്കൾ നോക്കുക, നമ്മളോട് പറയണം 3 100 രൂപയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100 × 3 ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ 50ന്റെ 2 നോട്ടുകളാണെങ്കിൽ 50 × 2 ചെയ്യണം. 10ന്റെ 5 നോട്ടുകളാണെങ്കിൽ 10 × 50 ചെയ്യണം. ഓക്കെ, സോറി, 10ന്റെ 2 നോട്ടുകളാണെന്നല്ലേ പറഞ്ഞത്. 10ന്റെ 2 നോട്ടുകളാണ് 10 × 2. 10ന്റെ 5 നോട്ടുകളാണെങ്കിൽ 10 × 5 ചെയ്യണം. ഓക്കെ മക്കളെ, ഇത് നോക്കുക. 3 100 നോട്ടുകൾ എടുത്താൽ 3 × 100 എത്രയാണ്? 300 ആണ്. ദെൻ 50ന്റെ 2 നോട്ട് എടുത്താൽ 50 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 10ന്റെ 5 നോട്ട് എടുത്താൽ 10 × 5 എന്ന് പറയുന്നത് 50 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. എത്രയാണ് മക്കളെ വരിക? എത്രയാണ് വരിക? 0 + 0 + 0 എത്രയാണ്? 0. 0 + 0 + 5 എന്ന് പറഞ്ഞാൽ 5. 3 + 1 എന്ന് പറഞ്ഞാൽ 4. അപ്പൊ എത്രയാണ്? 450 അല്ലെ. 450 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. നോട്ടുകളുടെ ഒക്കെ എണ്ണം തന്നിട്ട് ആകെ എത്ര രൂപയാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പൊ മക്കൾ അതും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് സംഖ്യാ കാർഡുകൾ തന്നിട്ട് അത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ചോദിക്കുക കേട്ടോ. അത് നമ്മൾ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അത് നോക്കിക്കുക മക്കളെ, 1 2 1 3 2 ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാന്നുള്ള രീതിയിൽ ചോദിക്കും. ഏതൊക്കെയാ മക്കളെ? അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമുക്ക് ഏതൊക്കെയാ തന്നിട്ടുള്ളത്? 1 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊക്കെ നമ്പർ നമുക്ക് ഇത് എഴുതാം? 132 എഴുതാം. പിന്നെ നേരെ തിരിച്ചിട്ട് 123 എഴുതാം അല്ലെ. 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ നമ്പർ നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. നമ്പേഴ്സ് കാർഡുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതുകൂടി നിങ്ങളുടെ ക്വസ്റ്റ്യൻ തരും. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് ഏതൊക്കെ എഴുതാം? 312 എഴുതാം, 321 എഴുതാം. പിന്നെ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെ എഴുതാം മക്കളെ? 213 എഴുതാം, 231 എഴുതാം. അപ്പം ഇത്തരത്തിൽ 3 സംഖ്യാ കാർഡുകൾ തന്നിട്ട് സംഖ്യകൾ ആവർത്തിക്കാതെ എഴുതാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ മക്കൾ ഇങ്ങനെ തന്നിട്ടുള്ള ആദ്യ നമ്പേഴ്സ് കാർഡുകളൊക്കെ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ആ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതിന്റെ താഴെ ലിസ്റ്റ് ചെയ്യുക. അടുത്ത നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതിന് താഴെ ലിസ്റ്റ് ചെയ്യുക. അടുത്ത നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് അതിന് താഴെയും ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ
നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ സംഖ്യ ഏത്, അതുപോലെ തന്നെ ഈ 3 സംഖ്യാകാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ചെറിയ സംഖ്യ ഏത് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ അത് വളരെ സിമ്പിൾ അല്ല മക്കളെ. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിൽ വലിയ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഖ്യ ആയിരിക്കണം അല്ലെ. വലിയ നമ്പർ 3 ആണ്. അപ്പൊ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 നമ്പേഴ്സ് ആണുള്ളത്. 312 ഉണ്ട്, 321 ഉണ്ട്. ഏതാണ് വലിയ സംഖ്യ? 321 ആണ്. ഇനി ഇത് 3 നമ്പേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ സംഖ്യ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തന്നിട്ടുള്ള സംഖ്യയിൽ ചെറിയ നമ്പർ ഏതാണോ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആയിരിക്കും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ 1 ആണ് ചെറുത്. 1 ഉപയോഗിച്ച് നമുക്ക് 2 സംഖ്യകൾ ഉണ്ടാക്കാം. 132, 123. ഇതിൽ ചെറിയ നമ്പർ ഏതാ? സ്മോളസ്റ്റ് നമ്പർ ഏതാ? 123 ആണ്. അപ്പൊ അതിൽ തന്നിട്ടുള്ളതിൽ 123 ആണ് ചെറിയ നമ്പർ. ചിലപ്പോൾ അവിടെ തന്നെ ബന്ധപ്പെടുത്തി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഈ 3 സംഖ്യാകാർഡുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പറും അതുപോലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 321 മൈനസ് 123 ചെയ്യണം അല്ലെ. 321 കുറയ്ക്കണം, 123 ചെയ്യണം. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കള് പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത ദിവസത്തേക്കുള്ള എക്സാമിനായിട്ട് പഠിക്കേണ്ടത്. അതോടൊപ്പം തന്നെ മിസ് ഇട്ട് തന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ മക്കൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ 3ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാരായിട്ടുള്ള മക്കൾ നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടി വരും കേട്ടോ. മിസ് അത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ 1 മുതൽ 10 വരെയുള്ള എല്ലാ ടേബിൾസും മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ കൂട്ടങ്ങൾ തരും. അതായത് മക്കൾക്ക് തരികയാണ് 5ന്റെ 10 കൂട്ടങ്ങളുണ്ട്. 5ന്റെ 10 കൂട്ടങ്ങളുണ്ട്. നമ്മളിപ്പോ മിഠായികളോ നെല്ലിക്കകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? 5ന്റെ കൂട്ടങ്ങളായിട്ട് ഇങ്ങനെ വെക്കുക. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര മിഠായികൾ ഉണ്ട് എന്ന് ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു കൂട്ടത്തിലെ എണ്ണം ഇൻറ്റു ആകെ കൂട്ടങ്ങളുടെ എണ്ണം ചെയ്യും അല്ലേ. അതായത് ഇപ്പൊ ഒരു കൂട്ടത്തിൽ 5 എണ്ണം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള 10 കൂട്ടാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 10 ഗുണിക്കണം 5 ചെയ്യും അല്ലേ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചോദ്യവും മക്കൾക്ക് വരും കേട്ടോ. അപ്പൊ അതും കൂടി മക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസിൽ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ പ്രധാനമായിട്ടും പഠിക്കുക. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, പിന്നെ നമ്മുടെ ചാനലിൽ 89 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.